നമസ്കാരം, ഞാൻ രാജീവ് ഗോപാലകൃഷ്ണൻ. ഒരു ചൊല്ലുണ്ട്, വളരാത്തതൊക്കെ തളരും എന്നുള്ളത്. അതായത് നിങ്ങളുടെ ബിസിനസ് വളരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പോർട്സ് വളരുന്നില്ല എങ്കിൽ കാലക്രമേണ അത് തളർന്നു പോകത്തേ ഉള്ളൂ. അപ്പോൾ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ചിന്തിച്ചു കൊള്ളണം. വളരെ വലിയ കമ്പനികൾക്ക് 50,000 കോടിയും 70,000 കോടിയും സൈസിലുള്ള കമ്പനികൾക്ക് കൺസൾട്ടിങ് കൊടുത്തിട്ടുള്ള ഒരു അനുഭവത്തിൽ പറയുകയാണ്, അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ഭയങ്കരമായ ദീർഘവീക്ഷണത്തോടു കൂടിയാണ്. ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് കണ്ടെയ്നറുകൾ ഇന്ത്യയുടെ പല തുറമുഖങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് അതിൽ ഏതൊക്കെ എക്സ്പോർട്ട് ക്ലിയറൻസ് കഴിഞ്ഞു, ഏതൊക്കെ എക്സ്പോർട്ട് ക്ലിയറൻസിന് പെൻഡിങ് ആണ്, ഇങ്ങനെയുള്ള ഒരു ഡാറ്റ കൃത്യമായിട്ട് അവർക്കുണ്ടാവാനുള്ളൊരു പദ്ധതി അവർ ചെയ്തിട്ടാണ് ബിസിനസ്സിനെ വളർത്തിയിരിക്കുന്നത്, എക്സ്പോർട്സിനെ. അപ്പം ഇവിടെ അവർക്കൊരു സിസ്റ്റം ഉണ്ട്, ഒരു പ്രോസസ് ഉണ്ട്. എല്ലാ കാര്യത്തിലും ഒരു മുട്ടുസൂചി അവിടെ ഇരിക്കുന്നു എന്ന് വരെ ട്രാക്ക് ചെയ്യാനുള്ള സിസ്റ്റം ഇട്ടിട്ടാണ് അവരതിനെ വളർത്തി വലുതാക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പല പ്രോഡക്റ്റുകളും പ്രോഡക്റ്റ് സെലക്ഷനിൽ തന്നെ പാളിപ്പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പലരും എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് സ്കെയിലബിൾ ആയിട്ട് 100 കോടിയിലേക്കോ 500 കോടിയിലേക്കോ 1000 കോടിയിലേക്കോ എത്തിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിട്ടില്ലാതെ ആയിരിക്കും പലരും പ്രോഡക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക എക്സ്പോർട്ടിൽ. അതാണ് ഒന്നാമത്തെ മിസ്റ്റേക്ക്, എക്സ്പോർട്ട് വളർത്താൻ ശ്രമിക്കുന്നതിലുള്ള ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. ഫസ്റ്റ് പ്രോഡക്റ്റ് സെലക്ഷൻ തന്നെ സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം, ഒന്ന്. രണ്ടാമത്തേത്, ഇതിന് കൃത്യമായൊരു സിസ്റ്റം വേണം. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. സിസ്റ്റം ഇല്ലെങ്കിൽ നിങ്ങൾ വളരുമ്പോഴത്തേക്കും ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകും. ഇതിന് എവിടുന്നെങ്കിലും ഒരു കസ്റ്റമറിന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ പേയ്മെന്റിന്റെ സൈഡിൽ നിന്നോ ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എക്സ്പോർട്ട് ജീവിതത്തിൽ ചെയ്യാനേ സാധിച്ചില്ല എന്ന് വരും. അപ്പം ഫസ്റ്റ് പ്രോഡക്റ്റ് നന്നായിട്ട് സെലക്ട് ചെയ്യുക, 2 സിസ്റ്റം നന്നായിട്ട് ചെയ്യുക, 3 വേണ്ടത് ഈ പ്രോഡക്റ്റും സിസ്റ്റവും മാനേജ് ചെയ്യാനുള്ള ഒരു അറിവ് വേണം. നിങ്ങളുടെ ടീമിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിലുള്ളവർക്ക് ആ ഒരു അറിവ് ഉണ്ടെങ്കിലേ ഇതിനെ ഒരു 100 കോടി 500 കോടി 1000 കോടിയിലേക്ക് വളർത്തി വലുതാക്കാൻ സാധിക്കുകയുള്ളൂ. എക്സ്പോർട്ടിൽ ഇത് വളരെ എക്സ്റ്റെൻസീവായിട്ട് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് കൺസൾട്ടിങ് കൊടുത്തിട്ടുണ്ട് ടോപ്പ് കമ്പനികൾക്ക്. കെമിക്കൽസ് ആണേൽ, ഫാർമസ്യൂട്ടിക്കൽ ആണേൽ, അയൺ ആൻഡ് സ്റ്റീൽ ആണേൽ, പിന്നെ ഇമ്പോർട്ട്സിന്റെ കേസിലാണെങ്കിൽ ക്രൂഡ് ഓയിൽ, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും കൊടുത്തിട്ടുള്ള ഒരു അനുഭവത്തിൽ പറയാം, സ്കെയിലബിലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടിൽ. സ്കെയിലബിൾ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു ഗെയിം അല്ലെങ്കിൽ ഒരു ലെവൽ പ്ലേ ഡിഫറൻ്റ് ആണ്. ആക്ച്വലി ഒരു പ്രോഫിറ്റബിലിറ്റി ഭയങ്കരമായിട്ട് കൂടും. ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 50 പ്രോഡക്റ്റ് ഉണ്ട്, 50 പ്രോഡക്റ്റിന് ഡിഫറൻറ്റ് പാക്കിങ്ങുകളും ഉണ്ട്. ഈ പ്രോഡക്റ്റുകളുടെ പാക്കിങ്ങുകൾ ഇതിൻ്റെ പാക്കിംഗ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ നിങ്ങൾ പാടുപെടും. അതേസമയം നിങ്ങൾക്ക് ഒറ്റ പ്രോഡക്റ്റേ ഉള്ളൂ, ഒറ്റ പ്രോഡക്റ്റിന് ആ പ്രോഡക്റ്റിന് ഒരു പാക്കിംഗ് ഉണ്ട്, അത് ഗ്ലോബലി കൊടുക്കാവുന്ന രീതിയിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ മാത്രമേ ഉള്ളെങ്കിൽ സ്കെയിലബിലിറ്റി ഈസ് വെരി ഹൈ. നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാനുള്ള എഫർട്ട് ഭയങ്കരമായിട്ട് കുറയും. ഒത്തിരി ബിസിനസ്സുകൾക്കും എക്സ്പോർട്ട് 50 കോടി 100 കോടിയിൽ എത്തിയിട്ട് പിന്നെ മുന്നോട്ട് പോകാൻ മേലാത്ത ഒരു അവസ്ഥ കിടക്കുന്നത് അവർ സ്കെയിലബിലിറ്റി ചിന്തിച്ചിട്ടില്ല, അവർക്ക് അതിനുള്ളൊരു സിസ്റ്റം ഇല്ല, അവർക്ക് അതിനുള്ളൊരു പ്രോഡക്റ്റ് ഇല്ല, അവർക്ക് അതിനുള്ളൊരു മെക്കാനിസം ഇല്ല. ഇൻഫാക്ട് ഈവൻ അവരുടെ എംപ്ലോയീസ് ട്രെയിൻഡ് പോലും അല്ല. പുതിയ കാലഘട്ടത്തിൽ നമ്മളൊരു കാലഘട്ടത്തിലോട്ടാണ് പോകുന്നത്. ആ കാലഘട്ടത്തിൽ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യാമെന്നുള്ളൊരു അറിവും കൂടി ഉണ്ടാവില്ല. അപ്പം ഇതൊക്കെ പണ്ട് ഫാക്സ് പോലും ഉണ്ടായിരുന്ന കാലത്തിന് മുന്നേ ഉണ്ടായിരുന്ന എക്സ്പോർട്ടിന്റെ രീതിക്കായിരിക്കും ഓടുന്നത്. കൂടി വന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടാവും, കുറച്ച് കാര്യങ്ങൾ ഡിജിറ്റലി ഉണ്ടാവും, അല്ലാതെ ഒരു സിസ്റ്റം പ്രോസസ് ഒന്നും ഉണ്ടാവില്ല. അതാണ് ഒത്തിരി വലുതായി പോകാൻ സാധ്യതയുള്ള എക്സ്പോർട്ട് ബിസിനസ്സിനെ അല്ലെ ഇമ്പോർട്ട് ബിസിനസ്സിനെ ഒരിടത്ത് തളച്ചിട്ട് പിടിച്ചു നിർത്തി കളയുന്നത്. അതിവിടെ ഞാൻ പറയാൻ കാര്യം, സ്കെയിലബിൾ ബിസിനസ് മോഡൽസ് പുതിയ ആൾക്കാരാണേലും എക്സ്പോർട്ടിൽ ഇറങ്ങുന്നെങ്കിൽ ചിന്തിച്ചിറങ്ങുക. സ്കെയിലബിൾ ആയിട്ട് പോയാലേ നിങ്ങൾ വളരൂ അല്ലെങ്കിൽ തളരും. അതുപോലെ നിലവിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ വളരാനുള്ള വഴികൾ സിസ്റ്റം ഇട്ടില്ലെങ്കിൽ അവിടെ സ്റ്റാഗ്നന്റ് ആവും, പിന്നെ വളർച്ച ഉണ്ടാവില്ല, തളർച്ച തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ് പ്രോസസ്സിലും സിസ്റ്റത്തിലും വരുത്തിയാൽ നല്ല വിജയം ഉണ്ടാവാം. 1000-കണക്കിന് കോടിയിലേക്ക് ഈസി ആയിട്ട് ബിസിനസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, താങ്ക് യു.